ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ 125 മോഡൽ വണ്ടിയാണ്. വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഒന്ന്, വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റാണ് പറഞ്ഞത്. പക്ഷേ അത് ബ്രേക്കിൻ്റെ പ്രോബ്ലം അല്ല, ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് വന്നിട്ട് വണ്ടി റൈസായിട്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ശരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എഞ്ചിൻ ഓയിലും ഗിയറിൻ്റെ ഓയിലും, അത് ട്രാൻസ്മിഷൻ ഓയിലും രണ്ടും രണ്ട് ഓയിലാണ്. അപ്പോൾ അത് നമ്മൾ രണ്ടും അഴിച്ച് മാറുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഗിയർ ഓയിൽ മാറ്റിയിടുന്നുണ്ട്. പിന്നെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ, കാരണം ബ്രേക്കിൻ്റെ എല്ലാം മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ ബ്രേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. ആക്സിലേറ്റർ കേബിളാണ് കംപ്ലയിൻറ്റ് വരാം. ഈ BS6 മോഡൽ വണ്ടിക്ക് ആക്സിലേറ്റർ കേബിൾ എന്ന് പറഞ്ഞാൽ 2 കേബിൾ വരാം. ആക്സിലേറ്ററിന് സാധാരണ പഴയ മോഡൽ വണ്ടികൾക്ക് ഒറ്റ കേബിളാണെങ്കിൽ ഇതിന് 2 കേബിൾ വരാം. ഒരു കേബിളിന് തന്നെ ഏകദേശം നമുക്കൊരു 260 270 നമുക്ക് ചിലവുണ്ട്, ഒരു കേബിൾ മാത്രം കേട്ടോ. പിന്നെ അത് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൈനർ ചെക്കപ്പ്, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ കേട്ടോ. അത്രയും കേസാണ് ചെയ്യണേ. ജനറലായിട്ടുള്ള സർവീസോ വാട്ടർ സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറ്റി എഞ്ചിൻ ഓയിൽ, ഗിയറിൻ്റെ ഓയിൽ, ഈ 2 ഓയിലുകൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് ഈ ബാക്ക് സൈഡിൽ ഈ ഗ്രില്ല് പൊട്ടിയിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഈ സൈഡ് ചെറിയൊരു കട്ടർ ചാടിയാൽ പോലും ഇങ്ങനെ അടിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇവിടുന്ന് അടന്നു പോയേക്കാം. അത് കണ്ടോ, സ്റ്റീലിൻ്റെയാണ്, ഇവിടുന്ന് പൊട്ടിപ്പോയേക്കനാണ്. ഈ സൈഡിൽ നോക്കുമ്പോൾ അറിയാം ഇത് കറക്റ്റ് വെൽഡ് ചെയ്ത് കറക്റ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഭാഗം. അപ്പോൾ അത് പിടപ്പില്ലാതിരിക്കാനായിട്ട് ക്ലാമ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് പിടിപ്പിച്ച് വെച്ചേക്കാം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ കിടന്ന് അടിച്ച് ഇപ്പുറത്തെ സൈഡും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.